ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് പൈസ നഷ്ടപ്പെടുന്നതിനുള്ള പ്രധാന കാരണം മാർക്കറ്റിൻ്റെ ട്രെൻഡ് അറിയാതെ ഓർഡർ എടുക്കുമ്പോഴാണ്. അതായത് നമ്മൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് വിചാരിച്ച് ഒരു ഓർഡർ എടുക്കുന്നു, നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ തന്നെ ആ സ്റ്റോക്കിൻ്റെ വില താഴേക്ക് പോകും. ഒന്നേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും, അല്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിൽ വിറ്റ് എക്സിറ്റ് ആവും. അല്ലേ? ഇത്തരത്തിൽ സംഭവിക്കാതിരിക്കാൻ നമ്മൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് കൃത്യമായി മനസ്സിലാക്കി എൻട്രി എടുക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെ ട്രെൻഡ് കണ്ടുപിടിക്കാം, അതിനുശേഷം എങ്ങനെ എൻട്രി എടുക്കാം, എടുത്ത ഓർഡർ നഷ്ടം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, അതിൽ നിന്നും എങ്ങനെ നഷ്ടം ഒഴിവാക്കി പ്രോഫിറ്റിലേക്ക് വരാം തുടങ്ങിയവയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിൽ എങ്ങനെയാണ് ഇൻസ്റ്റാ ട്രേഡ് വഴി ഒരു ട്രേഡ് എടുത്ത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു. അപ്പോൾ ഞാൻ ഇന്നും കാണിക്കാൻ പോകുന്നത് ഏഞ്ചൽ വണ്ണിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് എങ്ങനെയാണ് നമുക്കിതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളൊരു ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ. അതായത് നമ്മൾ മാർക്കറ്റ് മുകളിലേക്കാണ്, ട്രെൻഡ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഇന്ന് മുകളിലേക്കാണോ താഴേക്കാണോ പോകുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സാധാരണയായിട്ട് മാർക്കറ്റിന്, അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിഫ്റ്റി അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്ക് ആയിരുന്നാലും ഒന്നേ അതിൻ്റെ ചാർട്ട് എങ്ങോട്ടായിരിക്കും, മുകളിലേക്കായിരിക്കും അല്ലെങ്കിൽ താഴേക്കായിരിക്കും. ഇനി താഴേക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യും, സൈഡ് വൈസ് ആയിരിക്കും. സൈഡ് വൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങുന്നത് ഏകദേശം അവിടെ തന്നെ നിൽക്കും. അതായത് ഇത് സ്റ്റോക്ക് വലിയ മൂവ്മെൻ്റ് ഒന്നും കാണിക്കില്ല. ചിലപ്പോൾ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഒക്കെ പോയിട്ട് ഒരേ കണക്കിന് വന്ന് നിൽക്കും. അതായത് ഒന്നേ ഒരു സ്റ്റോക്ക് ഇതാ ഇവിടെ കാണിക്കുന്നത് പോലെ ഇതാ ഇങ്ങനെ മുകളിലേക്ക് പോകും, അല്ല എങ്കിൽ ആ സ്റ്റോക്ക് എന്ത് ചെയ്യും, അതേപോലെ താഴേക്ക് വരും, അല്ല എങ്കിൽ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ഏത് സ്റ്റോക്ക് എടുത്താലും ഇതിൽ സംഭവിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സാധാരണ സംഭവിക്കുന്നത് എന്ത് ചെയ്യും, ഒരു സ്റ്റോക്ക് നമ്മൾ ഒരു സ്റ്റോക്ക് ഇങ്ങനെ നോക്കുമ്പോൾ താഴേക്ക് വരുമെന്ന് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കുന്നു. അപ്പോൾ വീണ്ടും താഴേക്കാണ് പോകുന്നത്, നമ്മൾ വിചാരിക്കും മുകളിലേക്ക് പോകുന്നു. പക്ഷേ ശരിക്കും ഒരു ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത്, ലാഭം തന്നെ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത്, ചാർട്ട് വഴി എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ട്രെൻഡ് ലൈൻ മനസ്സിലാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞ ഒരു അതായത് നമ്മുടെ ഏഞ്ചൽ ബ്രോക്കിങ്ങിനകത്തുള്ള ഒരു സംവിധാനമാണ് ഇൻസ്റ്റാ ട്രേഡ്. ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഈ ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞ സംവിധാനം ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി അല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇൻട്രാഡേ ട്രേഡ് മാത്രമാണ്, ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻട്രാഡേ ആണ് എടുക്കുന്നതെങ്കിലും നമുക്ക് ഏതെങ്കിലും ഞാനിവിടെ അദാനി പോർട്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ചാർട്ട് എടുക്കുന്നു. ചാർട്ട് എടുക്കുമ്പോൾ എന്തായിരിക്കും കാണിക്കുന്നത്, ചാർട്ട് കാണിക്കും. ഈ ചാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കണം. ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്, ഇതാ ഇവിടെ കാണാം നിങ്ങൾക്ക് ഒരു കറുത്ത ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ട്രെൻഡ് മനസ്സിലാവും. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ സെർച്ച് ബാറിൽ TEMA, അതായത് ട്രിപ്പിൾ EMA എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അതായത് 3 EMAകൾ കൂടി വരുന്നതാണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെർച്ചിൽ TEMA കിട്ടും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 9 എന്ന് പറഞ്ഞിട്ടായിരിക്കും ഡിഫോൾട്ടായിട്ട് വരുന്നത്. അതിനെ മാറ്റിയിട്ട് ഒരു 40 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ 40 ടൈപ്പ് ചെയ്തു. അതിനുശേഷം സ്റ്റൈൽ എന്നുള്ളടത്ത് അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ കളറുണ്ട്. അപ്പോൾ കളർ എന്ത് ചെയ്യണം, ഇപ്പോൾ അത് ഡിഫോൾട്ടായിട്ടൊരു കളർ വന്നിട്ടുണ്ടാവും, നമ്മളവിടെ ബ്ലാക്ക് ആക്കുന്നു. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ താഴെയായിട്ട് അതിൻ്റെ എത്ര അതിൻ്റെ ക്ലാരിറ്റി തോന്നിക്കുന്നു അത് ഫുള്ള് വയ്ക്കുക. അതിനുശേഷം ഈ തിക്നെസ് 2ഓ 3ഓ ആക്കുക. അപ്പോൾ ഞാനിവിടെ 2 ആക്കി. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇതുപോലൊരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ കാണാം. അതാണ് ട്രെൻഡ് ലൈൻ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്, ട്രെൻഡ് എങ്ങനെ മനസ്സിലാക്കാം. അതായത് മാർക്കറ്റ് ട്രെൻഡ് ഈസ് ഫ്രണ്ട് എന്നാണ് പറയുന്നത്. ഇൻട്രാഡേ ചെയ്യുന്നവരെ സംബന്ധിച്ച് എപ്പോഴും മാർക്കറ്റ് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക, അല്ലാതെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ താഴേക്ക് വരും അപ്പോൾ നമുക്ക് എൻട്രി എടുക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അതായത് ഇവിടെ ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം കാണിക്കാം. ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് താഴേക്ക് വരും. നമ്മൾ വിചാരിക്കേണ്ടത് ഇവിടെ താഴെ വരുമ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുക, അപ്പോൾ അല്ലേ നമുക്കിവിടെ നിന്ന് ഇത്രയും ദൂരം പ്രോഫിറ്റ് കിട്ടുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ എടുക്കാൻ നിൽക്കരുത്. മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുക, ഇവിടെ നിന്ന് കുറച്ച് കിട്ടുക, ഇവിടെ നിന്ന് എക്സിറ്റ് ആവുക. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അതായത് നമുക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടാൻ, അതായത് ലോസ് കുറയ്ക്കാനുള്ള സാധ്യത. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു എന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും മാർക്കറ്റ് അന്ന് മുകളിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. അപ്പോൾ
മാർക്കറ്റ് മുകളിലേക്കാണ് പോയത്, പക്ഷേ ഇവിടെ കുറച്ച് താഴേക്ക് വരുന്നു. നമ്മൾ ഈ താഴെ വരുന്ന സമയത്ത് നമ്മൾ വാങ്ങിയ ക്വാണ്ടിറ്റി നോക്കിക്കഴിഞ്ഞാൽ, പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലോസ് ആയിരിക്കും, ഭയങ്കര ലോസ് കാണിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് പേടി വരും, നമ്മുടെ പൈസ നഷ്ടപ്പെട്ടോ ഒരു പേടി വരികയും നമ്മളത് സെല്ല് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് നഷ്ടം വരും. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കണം. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളൊരു എൻട്രി എടുത്താൽ പോലും നമുക്കറിയാം ഈ ട്രെൻഡ് ലൈൻ എന്താ കിടക്കുന്നത്, മുകളിലേക്ക് തന്നെ കാണിച്ചിരിക്കും. നമ്മൾ ഇതിപ്പോൾ ലൈവ് ട്രേഡ് അല്ല കാണിക്കുന്നത്, ലൈവിലാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഞാൻ വ്യക്തമായിട്ടൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ് ഇൻസ്റ്റാ ട്രേഡ് വഴി എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നതെന്ന്. അപ്പോൾ ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ട് കാണാം. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് ഇന്നലെ, ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച വിദേശ മാർക്കറ്റുകളെല്ലാം ഡൗൺ ആയിരുന്നു. അപ്പോൾ ഡൗൺ ട്രെൻഡ് ആയിരുന്നു, എല്ലാം നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ മാർക്കറ്റും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, എല്ലാ മാർക്കറ്റും പോലെ തന്നെ നെഗറ്റീവായിട്ട് ഇവിടെ നിന്ന് താഴേക്ക് ഗ്യാപ്പ് അപ്പ് ആയിട്ടായിരുന്നു ഓപ്പൺ ചെയ്തത്. പക്ഷേ ഇവിടെ സംഭവിച്ചത്, ഇന്നലെ ഒരു ന്യൂസ് വ്യക്തമായിട്ടുണ്ടായിരുന്നു. അതായത് റിസർവ് ബാങ്കിൻ്റെ നമ്മളെ പലിശ നിരക്ക്, റിപ്പോ നിരക്ക് കൂട്ടുമെന്നും ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാർക്കറ്റ്, ഈ ന്യൂസ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അറിയായിരിക്കും, എപ്പോഴും ട്രെൻഡ് എന്ന് പറയുന്നത് ന്യൂസുകളുടെ ബേസ് ചെയ്താണ്. അപ്പോൾ ഒരു വാർത്ത വരുമ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റ് പ്രതികരിക്കും. അതായത് ചിലപ്പോൾ ആൾക്കാരെല്ലാം വാങ്ങും അല്ലെങ്കിൽ വിൽക്കും. ഒരു യുദ്ധം വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, എല്ലാവരും വിൽക്കും. അല്ലാതെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റ് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കൂട്ടും, അതായത് ലാഭം കിട്ടുമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മൾ എല്ലാ മാർക്കറ്റും ഡൗൺ ആയതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴേക്ക് വന്നു, ഒരല്പം താഴേക്ക് വന്നു. അപ്പോൾ ശരിക്കും ഒരു 10 മണി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു 10 മണി ഇവിടെയൊക്കെ ആയപ്പോൾ ആയിരിക്കും അങ്ങനെ മാർക്കറ്റ് മുകളിലേക്കും താഴേക്കും ചാടി കളിച്ച് നിന്നു. പക്ഷേ ട്രെൻഡ് കാണിച്ചത്, ആദ്യം കുറച്ച് ട്രെൻഡ് ഇങ്ങനെ താഴേക്ക് കാണിച്ചിട്ട് പിന്നെ മുകളിലേക്കാണ് ആദ്യം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേ നമ്മൾ മനസ്സിലാക്കുക, ആഗോള വിപണികൾ, മറ്റ് വിപണികളൊക്കെ താഴേക്കാണ് ട്രെൻഡെങ്കിലും നമ്മളെ ഇന്ത്യൻ വിപണി മുകളിലേക്കായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോഴൊക്കെയാണ് ന്യൂസ് വന്നത്, റിസർവ് ബാങ്കിൻ്റെ റിപ്പോ നിരക്ക് കൂട്ടുകയാണ്, പലിശ നിരക്ക് കൂട്ടുകയാണ്, പക്ഷേ അത് മാർക്കറ്റിനെ ബാധിക്കില്ല ഒരു അവ്യൂഹം വന്നു. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ആൾക്കാരെല്ലാം വാങ്ങിക്കൂട്ടാൻ തുടങ്ങി. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകണം, അതിൻ്റെ ആ ലൈന് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സമയത്താണ് ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എത്ര സമയം വേണമെങ്കിലും നമുക്കിങ്ങനെ മുകളിലേക്ക് പോകാം. അപ്പോൾ ഒരു 2 മണി വരെ ആ ട്രെൻഡ് നിലനിന്നു. അത് കഴിഞ്ഞാണ് ഇവിടെ താഴേക്ക് വന്നിട്ടുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്, ഈ ട്രെൻഡ് മനസ്സിലാക്കുക. 2 കാര്യങ്ങൾ ഞാനിവിടെ കാണിക്കാം. ഒരുപാട് കാര്യങ്ങളുണ്ട് ട്രെൻഡ് മനസ്സിലാക്കി നമുക്ക് എൻട്രി എക്സിറ്റ് ഒക്കെ എടുക്കാം. ഒരു സ്ട്രാറ്റജി മാത്രമാണ്. ഈ ഒരൊറ്റ സ്ട്രാറ്റജി കൊണ്ട് നമുക്ക് വിജയിക്കണമെന്നല്ല പറഞ്ഞത്. എന്നിരുന്നാലും ഒരു 50-60% വരെ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് ലോസ് വരാതിരിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ കുറച്ചധികം പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഈ ട്രെൻഡ് മനസ്സിലാക്കി, ഇവിടെ ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കി, ട്രെൻഡ് ഇങ്ങനെ താഴേക്ക് വന്നിട്ട് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓരോ ക്യാൻഡിൽ സ്റ്റിക്ക് വരുന്നതിന് മുന്നേയും ഈ ലൈൻ ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മുകളിലേക്കാണ് പോകുന്നതെന്നും മനസ്സിലാക്കുക. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ എൻട്രി എടുക്കുക. അപ്പോൾ ഇവിടെ അതിന് താഴെയായിട്ട് ഞാൻ ഇവിടെ ഒരു RSI ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ RSI ഇൻഡിക്കേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അതുകൊണ്ടുള്ള ഉപയോഗവും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. അപ്പോൾ ഈ RSI ഇൻഡിക്കേറ്ററും കൂടെ നമ്മൾ വാച്ച് ചെയ്യണം. നമുക്കിവിടെ വ്യക്തമായിട്ട് ഇവിടെ ഇങ്ങനെ നോക്കാം. ഇത് രണ്ടും ഒരേപോലെയാണ് പെർഫോം ചെയ്തത്. അപ്പോൾ മാർക്കറ്റ് ട്രെൻഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മുകളിലേക്കാണ്. അതുപോലെ ഇവിടെ RSI ഇൻഡിക്കേറ്റർ ഇതുവരെ ഒരേ കണക്ക് വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ്, അപ്പോൾ RSI ഇൻഡിക്കേറ്റർ എപ്പോഴും നമ്മൾ അറിയാവുന്നത് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെല്ലിംഗ് മോഡായി കഴിഞ്ഞു. അതായത് നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 70 മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ് സെല്ലിംഗ് മോഡിലേക്ക് വന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ അവസാനമായിട്ട് ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു, സെല്ലിംഗ് മോഡ് ആയി കഴിഞ്ഞു RSI ഇൻഡിക്കേറ്റർ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ട്രെൻഡ് ലൈനും താഴേക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ വ്യക്തമായിട്ട് നോക്കുക. ട്രെൻഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് സ്റ്റോക്ക് വാങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നത് ട്രെൻഡ് നോക്കുക. ട്രെൻഡ് ഈസ് ഫ്രണ്ട് എന്നാണ് പറയുന്നത്. ഈ ലോകത്തുള്ള എല്ലാ ട്രേഡർമാരും, ഇൻട്രാഡേ ട്രേഡർമാരും ഏതെങ്കിലും ഒരു ട്രെൻഡിൻ്റെ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കും. അതുപോലെ ആഗോള മാർക്കറ്റുകളൊക്കെ വാച്ച് ചെയ്താലും ഈ ട്രെൻഡ്
എപ്പോഴും, അതായത് ഓരോ സെക്കൻഡിലും ട്രെൻഡ് മാറും. ആ ട്രെൻഡ് മാറുന്ന നമ്മൾ ആ ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ആ ട്രെൻഡ് ലൈൻ നിങ്ങളുടെ ചാർട്ടിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഈ സ്ട്രാറ്റജി തന്നെ ഉപയോഗിക്കണമെന്നില്ല, വേറെ കുറേ അധികം ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ട്രെൻഡ് ലൈൻ്റെ ചാർട്ട് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ തുടരുക. നിങ്ങൾക്ക് അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ഇവിടെ നേരത്തെ കാണിച്ച ഈ TEMA എന്ന് പറയുന്ന ട്രിപ്പിൾ EMA എന്ന് പറഞ്ഞ ഈ ഇൻഡിക്കേറ്റർ നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവും, ലോസ് കുറയ്ക്കാൻ പറ്റും, നിങ്ങൾക്ക് ട്രെൻഡ് അറിഞ്ഞ്. അപ്പോൾ നമുക്കിതാ ഇത്രയും അധികം ഒന്നും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒന്നും വേണ്ട. നിങ്ങൾക്കിതാ ഇവിടെ നിന്ന് കുറച്ച് ദൂരം കിട്ടിയാൽ മതി. കുറച്ച് ദൂരം കിട്ടിയാൽ പോലും ഒരു 100 അല്ലെങ്കിൽ ഒരു 10-20 പോയിന്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ മതിയാ പോരെ. ഒരു 10 ലോട്ട് എടുത്തു, നമ്മൾ ഓപ്ഷൻ ട്രേഡിംഗ് ആണെങ്കിൽ 10 ലോട്ട് എടുത്തു, അല്ലെങ്കിൽ നിങ്ങളൊരു ഇൻട്രാഡേ ആണെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ ഒരു 100-200 ക്വാണ്ടിറ്റി എടുത്താൽ 10 പോയിന്റ് കൂടിയാൽ പോരെ. നിങ്ങൾക്ക് അത്രയും ട്രെൻഡിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടൂലേ. അപ്പോൾ പലരും ചിന്തിക്കുന്നത് സ്റ്റോക്ക് ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ താഴെ വരട്ടെ, അവിടെ നിന്ന് എടുക്കാം, അപ്പോൾ മുകളിലേക്ക് പോകും എന്നാണ്. പക്ഷേ ട്രെൻഡ് എപ്പോഴും മുകളിലേക്കാണെങ്കിൽ ഒരിക്കലും നമ്മൾ താഴേക്ക് വരുമ്പോൾ എടുക്കാൻ നിൽക്കരുത്. മുകളിലേക്ക് പോകുമ്പോൾ തന്നെ ഇരിക്കണം, എടുക്കേണ്ടതായിട്ട് വരും. അതായത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ സെല്ല് ചെയ്ത് ആദ്യം എടുക്കരുത്. അതായത് ഒരു ദിവസം മാർക്കറ്റ് ഞാനിവിടെ കാണിക്കാം. ഇവിടെ നോക്കിയാൽ തലേ ദിവസം മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്? താഴേക്കാണ്. ഈ ദിവസം നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് ഏതാണ്? സെല്ലാണ്. ഇൻട്രാഡേ എടുക്കുമ്പോൾ സെല്ല് കൊടുക്കുക. ഇവിടെ നിന്ന് നമുക്കറിയാം ഈ ട്രെൻഡ് ലൈൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? താഴേക്കാണ്. അങ്ങനെയുള്ള ദിവസം ബൈ ചെയ്യാൻ നിൽക്കരുത്. ആദ്യം നിങ്ങൾ ആദ്യം സെല്ല് ചെയ്യുക, അത് കഴിഞ്ഞ് ബൈ ചെയ്യുക. അതായത് എക്സിറ്റ് എന്ന് പറയുന്നത് ബൈ ആയിരിക്കുക. അല്ലാതെ അതുപോലെ മാർക്കറ്റ് മുകളിൽ പോകുന്ന ദിവസം ഒരിക്കലും നിങ്ങൾ ഫസ്റ്റ് സെൽ ഓപ്ഷൻ കൊടുക്കരുത്. അതുപോലെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർ മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ പുട്ട് ഓപ്ഷൻ എടുക്കരുത്, സി മാത്രമേ എടുക്കാവൂ. അതുപോലെ മാർക്കറ്റ് താഴേക്ക് പോകുന്ന ദിവസമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും താഴേക്ക് പോകുന്ന ദിവസം ഒരിക്കലും സി എടുക്കരുത്, പി മാത്രമേ എടുക്കാവൂ. അതുപോലെ ഇൻട്രാഡേയിലാണെങ്കിൽ സ്റ്റോക്കാണ് വാങ്ങുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ബൈ ചെയ്യരുത്, സെല്ല് ചെയ്യുക. താഴേക്ക് പോകുമ്പോൾ മുകളിലേക്ക് പോകുന്ന ദിവസമാണെങ്കിൽ ഒന്നും നോക്കണ്ട, ഫസ്റ്റ് ബൈ ചെയ്യുക, അതായത് സി എടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ല എങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ഇപ്പോൾ മുകളിലേക്ക് പോകുന്ന ഒരു ദിവസമാണെങ്കിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് താഴെ വരുമ്പോൾ എടുക്കാമെന്ന്, പക്ഷെ താഴെ വരുമ്പോൾ എടുക്കാൻ പറ്റില്ല. അതായത് കുറച്ച് ഡൗൺ വന്നിട്ട് കുത്തനെ പൊങ്ങും, അത് കഴിഞ്ഞ് കുറച്ച് പൊങ്ങിയിട്ട് വീണ്ടും പൊങ്ങും. അങ്ങനെയുള്ള ദിവസം നിങ്ങൾ എങ്ങനെയാണ് ഒരു ബൈ ഓപ്ഷൻ എടുക്കാൻ പറ്റുക? ഒരിക്കലും പറ്റില്ല. അപ്പോൾ നിങ്ങൾ എടുത്താലും അത് നിങ്ങൾക്ക് ലോസ് ആയിരിക്കും വരുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ആവറേജ് ചെയ്യാനും പോകരുത്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, സൈഡ് വൈസ് ആണ്. ഇങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നേ നിങ്ങൾ അന്ന് എൻട്രിയിൽ എടുക്കാതിരിക്കുക, ഒരു ഓർഡർ പ്ലേസ് ചെയ്യാതിരിക്കുക. അല്ല എങ്കിൽ നമ്മളൊരു എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെടുത്ത ട്രെൻഡ് മാറിപ്പോയി, ഉടൻ നമുക്ക് നഷ്ടമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ എക്സിറ്റ് ആവുക. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിൽ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു എൻട്രി എടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം വരുന്നതാണ്. നമ്മൾ സാധാരണ തുടക്കക്കാരാണെങ്കിൽ അത്തരത്തിലുള്ള റിസ്ക് ഒഴിവാക്കുക. നമ്മളെ പൈസ വീണ്ടും നഷ്ടപ്പെടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ട്രെൻഡ് അറിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിലോ നമുക്ക് കൃത്യമായിട്ടും പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ രണ്ടും കൂടെ ശ്രദ്ധിക്കുക. ഇനി ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടെ ഉണ്ട്, പിവറ്റ് ചാർട്ട് കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അതായത് നമ്മുടെ റെസിസ്റ്റൻസും സപ്പോർട്ടും നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു പ്രോഫിറ്റ്, അതായത് നിശ്ചിത തുക മാത്രം, അല്ലാതെ എല്ലാ ദിവസവും ഒരു വലിയ പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരു ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ മാത്രം ശ്രമിക്കുക. ഞാനിവിടെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ വഴിയാണ് കാണിച്ചത്. അപ്പോൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ ചാർട്ടാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞാൽ സൈറ്റിൽ പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കാൻ പറ്റും, ചാർട്ട് നോക്കാൻ പറ്റും. അപ്പോൾ ഇനി ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഏഞ്ചൽ വണ്ണിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഏഞ്ചൽ വണ്ണായിരുന്നാലും പേടിഎം ആയിരുന്നാലും ഇനി വേറെ ഏത് സ്റ്റോക്ക് ബ്രോക്കറുടെ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും നമ്മൾ ഈ ട്രെൻഡൊന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ന്യൂസ് വായിച്ച് ഒരുവിധം നിങ്ങൾക്ക് ഒരു ട്രെൻഡൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും ഈ ട്രെൻഡ് ലൈൻ, അതായത് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ട്രെൻഡ് ലൈൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുക, അല്ലാതെ ട്രെൻഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിങ്ങൾ എടുത്തിട്ട് മുകളിലേക്ക് പോകും, അതായത് താഴേക്ക് വരുമ്പോൾ എടുത്തിട്ട് മുകളിലേക്ക് പോകുമെന്ന് കരുതാതെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ബൈ ചെയ്യുക. അതിനുശേഷം
എവിടെ നിൽക്കുമെന്ന് തോന്നുന്നതിന് മുന്നേ നിങ്ങൾ സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നമ്മുടെ മെൻ്റൽ കാര്യം കൂടെ, അതായത് നമ്മൾ മാനസികമായിട്ട് അതിന് പ്രിപ്പയർ ആയിരിക്കുക, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. വേഗത ഉണ്ടാവണം. വേഗതയിലും നമ്മൾ ചെയ്താൽ മാത്രമേ ഇൻട്രാഡേ സക്സസ് ആവാൻ പറ്റൂ. ചെറിയൊരു ഡെയിലി വരുമാനം വീതം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ലോട്ട് കൂട്ടുക, അതായത് ക്വാണ്ടിറ്റി കൂട്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രെൻഡ് ലൈൻ വരയ്ക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ട്രെൻഡ് ലൈൻ വേറെയും കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല, ഒരു സ്ട്രാറ്റജി മാത്രമാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ RSI ഇൻഡിക്കേറ്റർ നിങ്ങൾ ഉപയോഗിക്കുക. RSI മുകളിലേക്ക് വരുമ്പോൾ സെൽ മോഡിലേക്ക് എത്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ RSI കൂടെ പറഞ്ഞത്. അപ്പോൾ RSIയുടെ വീഡിയോ നിങ്ങൾ കൂടെ ഒരിക്കൽ കൂടെ കാണുക. അപ്പോൾ ഇത് 2 കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ഇനിയും പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം സ്റ്റോക്കുകൾ ഇൻട്രാഡേ ചെയ്യുക, പ്രോഫിറ്റ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.